1984 ഡിസംബർ. ആ ക്രിസ്മസ് അവധിയുടെ ആദ്യ ദിവസമാണ് അമ്മ ഞങ്ങളെ തൃശ്ശൂരിലെ അനാഥശാലയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നത്. ഞാൻ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ആ നാളുകളിൽ ഞങ്ങളുടെ വീട് പുല്ലുമേഞ്ഞ് മൺകട്ടയിൽ തീർത്തതായിരുന്നു. വീടിൻ്റെ മുകൾ ഭാഗത്ത് മേച്ചിൽ പുല്ലേറെയുണ്ടെങ്കിലും അവയിൽ നല്ലൊരു ഭാഗവും അമ്മ ചെത്തി ഉണങ്ങി ആളുകൾക്ക് വിൽക്കുമായിരുന്നു. കാരണം അതുകൂടി ചേർത്ത് വെച്ചാണ് അമ്മ പാറത്തോട്ടിലെ കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് എടുത്തിരുന്ന ലോൺ വീട്ടി തീർത്തത്. തുടർന്ന് അമ്മ 3-4 പേരെ കൂട്ടിച്ചേർത്ത് സ്വന്തമായ രീതിയിൽ ഒരു ലോൺ എടുക്കുകയുമുണ്ടായി. അങ്ങനെ വാങ്ങിവെച്ചിരുന്ന കടങ്ങളിൽ നല്ല ഭാഗവും അമ്മ വീട്ടി തീർത്തു. ഞങ്ങളുടെ വീട്ടിൽ അക്കാലത്ത് ഞങ്ങളുടെ വീടിന് ഒരടുക്കളയും ഒരു കൊച്ചുമുറിയും ഒരു തിണ്ണയുമാണ് ഉണ്ടായിരുന്നത്. വാതിലുകൾ അത്ര കെട്ടുറപ്പുള്ളതല്ല, ഒരു തള്ളു കൊടുത്താൽ വീഴുന്നതേ ഉള്ളൂ ഈ വാതിലൊക്കെ. ഒരു മുറിയിലാണ് ഈ 2 കട്ടിലും ഇടുക. ഒരു വശത്ത് അമ്മയും ജെസ്സിയും കൂടെ കിടക്കും. ലാലിയും എൻ്റെ ഇളയ സഹോദരി ബിന്ദുവും ഞാനും ഒന്നിച്ച് ഒരു കാലൊടിഞ്ഞ ഒരു കട്ടിലുണ്ട്. ആ കട്ടിലിൻ്റെ ആ ഒടിഞ്ഞ ഭാഗത്ത് മൺകട്ടകൾ വെച്ച് ലെവലാക്കി അതിലാണ് ഞങ്ങൾ 3 ആളും കിടക്കുക. കാരണം ജെസ്സി മാത്രമാണ് അപ്പോൾ അമ്മയുടെ കൂടെ കിടക്കുമ്പോൾ അനങ്ങാതെ കിടക്കുക. പകൽ മുഴുവൻ പണിയെടുത്ത് വരുന്ന അമ്മയ്ക്ക് കൂടെ കിടക്കുന്നയാൾ അനങ്ങി ശല്യമുണ്ടാക്കി ഉറക്കം നഷ്ടപ്പെടുത്തരുതെന്ന് നിർബന്ധമുണ്ടല്ലോ. എങ്കിലും ആ രാത്രിയിലെപ്പോഴോ മഴ അധികം പെയ്തപ്പോൾ ഇടി കുടുങ്ങിയതിൻ്റെ ഭയത്തിലോ എന്തോ ബിന്ദു കരഞ്ഞ് അമ്മയുടെ അടുക്കലേക്ക് പോയി അവിടെ കിടന്നു. അല്ലെങ്കിൽ തന്നെ എല്ലാ വീടുകളിലും ഇളയ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കണ്ടെത്തി രാത്രിയിൽ അമ്മയുടെ അടുക്കൽ ഓരം പറ്റി കിടക്കാനുള്ള അവകാശം നമ്മൾ പതിച്ചു കൊടുത്തിട്ടുണ്ടാവും. മഴയുടെ ശക്തി കൂടി വന്നതുകൊണ്ടോ കാറ്റിൻ്റെ ശക്തി വേഗത്തിലായതുകൊണ്ടോ എന്തോ എന്നറിയില്ല, ഞാനും ലാലിയും കിടന്ന ഭാഗത്തെ ഭിത്തി രാത്രിയിലെപ്പോഴോ ഇടിഞ്ഞ് ഞങ്ങളുടെ മേലേക്ക് വീണു. ഉറക്കമുണർന്ന അമ്മ ജെസ്സിയെയും കൂട്ടി മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ കട്ടയൊക്കെ മാറ്റി ഞങ്ങളെ 2 ആളെയും പുറത്തെടുത്തു. പുറത്തു വന്നപ്പോൾ ലാലിയുടെ മുഖത്ത് ഞാൻ കണ്ട ആ സന്തോഷം, അവൾ എത്രമാത്രം ആ നേരമത്രയും മണ്ണിനടിയിൽ കിടന്നു പോലും എന്നെക്കുറിച്ചോർത്ത് ആകുലപ്പെട്ടു എന്ന് വിളിച്ചറിയിക്കുന്നതായിരുന്നു. പിന്നീടങ്ങോട്ട് വീട് പുതുക്കി പണിയേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകളായി അമ്മയ്ക്ക്. ഞങ്ങളെ അനാഥശാലയിലാക്കിയ ആ നാളുകളിൽ അമ്മ കുറേയൊക്കെ പണം ശേഖരിച്ച് തടിയായും മണലായും മണ്ണായും ഒക്കെ കുറേ സേവിങ്സൊക്കെ നടത്തിയിരുന്നു. ഞങ്ങൾ വരുന്നതിനും കുറേ നാളുകൾക്ക് മുമ്പ് പുതിയ വികാരിയച്ഛൻ അവിടെ വന്നിരുന്നു. ജേക്കപ്പച്ചൻ കോട്ടയംകാരനാണ്. അദ്ദേഹം അവിടെ വന്നപ്പോൾ പതിവ് നടപടികൾ പോലെ അപ്പൻ്റെ തറവാട്ട് വീട്ടിലും അതുപോലുള്ള ഇടവകയിലെ മറ്റ് പ്രമാണികളുടെ വീട്ടിലും പോയിരുന്നെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ സന്ദർശനമൊന്നും നടത്തുകയോ വെഞ്ചിരിച്ച് ദുരാത്മാക്കളെ പുറത്താക്കുകയോ ചെയ്തിരുന്നില്ല. 4 വർഷമായും അവിടെ നിന്ന് പോയിരുന്ന അപ്പൻ ഒരിക്കൽ പോലും ഞങ്ങളെ കാണണമെന്ന് പോലും ആഗ്രഹിച്ചില്ലെന്നത് ഒത്തിരി ദുഃഖമുണ്ടാക്കിയിരുന്നു. അമ്മയെക്കുറിച്ചുള്ള സ്വഭാവ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തിരുന്ന അപ്പൻ്റെ തറവാട്ടിലുള്ളവരും നാട്ടുകാരുമൊക്കെ വികാരിയച്ഛന് അക്കാര്യത്തിൽ യാതൊരു വിധത്തിലുമുള്ള വീഴ്ച വരുത്തി കൊടുത്തില്ല. സർട്ടിഫിക്കറ്റുകൾ കൂടുന്നതോടൊപ്പം അദ്ദേഹത്തിന് എന്തോ സംശയമുണ്ടായതിനാലോ അപ്പൻ്റെ കസിൻ വിവാഹപ്രായം കഴിഞ്ഞുവെന്ന് അവരുടെ അമ്മയ്ക്കും സഹോദരിമാർക്കും ബോധ്യമുള്ളതുകൊണ്ടോ വികാരിയച്ഛൻ ആരോടും പറയാതെ മലബാറിലേക്ക് വണ്ടി കയറി. അപ്പൻ താമസിച്ചെടുത്ത് പോയി സിവിൽ വേഷത്തിൽ താമസിച്ച് വൈദികനെന്ന് പറയാതെ ഒരാഴ്ചയോളം അവിടെ കഴിഞ്ഞു. അതിനുശേഷം വല്യപ്പൻ്റെ ചേട്ടൻ്റെ മകനെയും കൂട്ടി അദ്ദേഹം തിരിച്ചു വന്നു. ആ ഞായറാഴ്ച കുർബാനയ്ക്ക് ശേഷം അമ്മ പുറത്തേക്കിറങ്ങി വീട്ടിലേക്ക് തിടുക്കത്തിൽ പതിവ് പോലെ പോകുന്ന സമയത്താണ് അച്ഛൻ മേരിയോട് പള്ളിമുറിയിലേക്ക് ചെല്ലാൻ പറഞ്ഞത്. അമ്മ അവിടെ ചെല്ലുമ്പോൾ അപ്പനെ കണ്ടുവെന്നും അപ്പൻ്റെ കൂടെ അപ്പന് തിരിച്ചു വരാൻ താല്പര്യമില്ലെന്നും അപ്പാപ്പൻ തിരിച്ചു വന്നിട്ടുണ്ടെന്നുമൊക്കെ അറിയിച്ചു. അപ്പൻ വരുമെന്ന ഭയം ഞങ്ങൾക്കും നേരത്തെ ഉണ്ടായിരുന്നു. പലഹാരവുമായി അപ്പൻ വരാൻ കൊതിച്ചുവെങ്കിലും അപ്പൻ വരുമ്പോൾ അടിയും തൊഴിയും പറമ്പിലുള്ള ഉറക്കവുമാകുമല്ലോ എന്നോർത്തപ്പോൾ പലപ്പോഴും വരരുതേ എന്ന പ്രാർത്ഥനയും ഞാൻ കൂടെ കൊണ്ട് നടന്നിരുന്നു. എന്താണെങ്കിലും
ആ പ്രാർത്ഥന കേൾക്കുവാൻ കർത്താവിന് മടിയുണ്ടായില്ല. സാധാരണ വിശുദ്ധന്മാരുടെ പ്രത്യേക മധ്യസ്ഥം പ്രാർത്ഥിച്ചാൽ പലപ്പോഴും അവരുടെ ചുവപ്പ് നാടയിൽ പ്രാർത്ഥനകളൊക്കെ കുടുങ്ങിക്കിടക്കുന്ന പതിവാണ് എനിക്കുണ്ടായിട്ടുള്ളത്. എന്തായാലും അപ്പൻ വന്നില്ല എന്ന് മാത്രമല്ല, അമ്മയെക്കുറിച്ച് ഉള്ള സ്വഭാവ സർട്ടിഫിക്കറ്റുകൾക്ക് വികാരിയച്ഛൻ പിന്നീട് അത്ര വില കൊടുക്കാതെയായി. വീട് പണിയുടെ കാര്യങ്ങൾ നോക്കി നടത്താൻ അച്ഛൻ ഇടയ്ക്കിടെ വീട്ടിൽ വരിക പതിവായി. അമ്മയിൽ നിന്ന് പ്രത്യേക അപേക്ഷ എഴുതി വാങ്ങി അച്ഛൻ അത് രൂപതയിൽ കൊടുത്തു. രൂപതയിൽ നിന്ന് വീട് പണിയെന്നുള്ളൊരു സഹായം ഉടനെ വരുമെന്ന് എല്ലാ ഞായറാഴ്ചയും കൂടെ അച്ഛൻ പറഞ്ഞിരുന്നു. വീടിടിഞ്ഞു വീണ് ഏതാനും നാളുകൾക്ക് ശേഷം ജേക്കപ്പച്ചൻ കോട്ടയത്ത് അരമനയിൽ പോവുകയും 1000 രൂപ സഹായമായി വാങ്ങിക്കൊണ്ടുവരികയും അത് തുടർന്ന് വരുന്ന 3 വർഷം കൊണ്ട് തിരികെ നൽകണമെന്നും അതിന് പലിശ ഈടാക്കുകയില്ല എന്നും അറിയിക്കുകയുണ്ടായി. അങ്ങനെ ലഭിച്ച 1000 രൂപ കൂടി ചേർത്ത് വെച്ചാണ് വീട് പണിയാമെന്ന തീരുമാനത്തിൽ പൊളിയാതെ നിന്ന ഭാഗവും കൂടി അമ്മ മറ്റ് പണിക്കാരെ ചേർത്ത് പൊളിച്ചിട്ടത്. അക്കാലത്ത് തൃശ്ശൂർ ഭാഗത്ത് നിന്ന് പ്രണയിച്ചൊളിച്ചോടി വന്ന ഒരു രാജേട്ടനും ലില്ലി ചേച്ചിയും അവരുടെ 2 മക്കളുമായി അവിടെ എത്തിയിരുന്നു. അവരും ഈ പണിയിൽ കൂടിയത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. പിന്നീട് കുഞ്ഞുഞ്ഞമ്മ ചേച്ചിയുടെ കൂട്ടത്തിൽ അമ്മ പണിതിരുന്നിടത്ത് നിന്നും കുറേ ചേച്ചിമാരും ചേട്ടന്മാരുമൊക്കെ വന്ന് മണലും കല്ലും മെറ്റലുമൊക്കെ ചുമന്ന് വീട്ടിൽ കൊണ്ടുവരുമായിരുന്നു. എങ്കിലും അത് വലിയ വാർക്ക വീടൊന്നും പണിയാനുള്ള പദ്ധതിയായിരുന്നില്ല. ഞങ്ങളുടെ വീടിൻ്റെ പടിഞ്ഞാറ് വശത്തുള്ള പന്നിക്കൂടിനോട് ചേർന്ന് കുടംപുള്ളിയുടെ താഴെയായി നിന്നിരുന്ന വലിയ പാറ പൊട്ടിച്ച് ആ കല്ല് ഞങ്ങളും അമ്മയും ചേർന്ന് ചുമന്നാണ് മുറ്റത്തേക്ക് എത്തിച്ചത്. ഞങ്ങൾ തന്നെ കൂടുതൽ പണി ചെയ്താൽ പണിക്കാർക്ക് കൂലി കൊടുക്കാനുള്ള പണം അമ്മയ്ക്കുണ്ടാക്കണ്ടല്ലോ എന്ന ആശ്വാസമായിരുന്നു അപ്പോൾ തേടിയത്. വീട് പൊളിച്ചു കഴിഞ്ഞപ്പോൾ കിടക്കാനുള്ള ഇടം ഇല്ലാതെയായി. ഞങ്ങളുടെ വീടിൻ്റെ 4 മൂലയിലുമായി മുറ്റത്തിന് താഴെയും മുകളിലുമായി 4 തെങ്ങുകളുണ്ടായിരുന്നു. ആ തെങ്ങുകൾ അക്കാലത്ത് ചൊട്ടയിട്ടു. ചൊട്ടയിടുന്ന തെങ്ങുകളെ കള്ള് ചെത്താൻ കൊടുത്താൽ പിന്നീട് വരുന്ന ചൊട്ടകൾ നന്നായി കായ്ക്കുമെന്നും കൂടുതൽ തേങ്ങയുണ്ടാകുമെന്നും ഒരു വാദം ഞങ്ങളുടെ നാട്ടിൽ നിലനിന്നിരുന്നു. കള്ള് ചെത്താൻ കൊടുത്താൽ കിട്ടുന്ന പങ്കുകളിൽ കുടിച്ച് പൂസാകാമെന്നുള്ള ഒരു ആശ്വാസം അവർക്കുണ്ടായിരുന്നത് കൊണ്ടോ അങ്ങനെ ഒരു വാദം ഉന്നയിച്ചാൽ ദിവസവും കള്ളു കുടിക്കാമല്ലോ എന്ന സന്തോഷത്തിലാണോ എന്നറിയില്ല, എല്ലാവരും അത്തരം ഒരു വാദത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഞങ്ങൾക്ക് അവകാശമായി ഉണ്ടായിരുന്ന ആ പങ്കുകളിൽ അമ്മ വാങ്ങിച്ചിരുന്നില്ല. അതുകൂടി സുഖിച്ചേട്ടന് കൊടുത്താൽ അദ്ദേഹം അതിന് ഷാപ്പിൽ കിട്ടുന്ന വില അമ്മയ്ക്ക് നൽകുമായിരുന്നു. അങ്ങനെ അതും ഒരു എക്സ്ട്രാ വരുമാനമായി. ആ നാളുകളിൽ വീട് പണി തുടങ്ങുന്ന കാലത്ത് തറ കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ താമസിക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ മുകളിലുള്ള ആ തെങ്ങിൻ്റെ ചുവട്ടിലാണ്. അവിടെ ഒരു 3 കല്ലുകൾ ചേർത്ത് വെച്ച ഒരടുപ്പിൽ തീ കത്തിക്കുകയും അവിടെ ചുറ്റും ഇരുന്ന് ചാക്കിട്ട് ആ നിലത്തിരുന്നാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയും ചെയ്തിരുന്നത്. അതേ ചാക്കിൽ തന്നെ മേലെ ഉള്ളിടത്തൊക്കെ ഒരു കീറിയതെങ്കിലുമുള്ള പായിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി. അങ്ങനെ കിടന്നുറങ്ങുന്ന ഒരു രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അത്താഴത്തിനന്ന് മീൻ വറുത്തതുണ്ട്, ഒരു ചമ്മന്തിയുണ്ട്. കഞ്ഞിക്ക് പകരം അന്ന് ചോറായിരുന്നു. എൻ്റെ അന്നത്തെ പതിവ് എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിക്കുകയും അത് കഴിഞ്ഞ് പച്ചച്ചോറ് കഴിക്കുകയുമായിരുന്നു. എൻ്റെ കറി തീർന്നു കഴിയുമ്പോൾ സഹോദരിമാരുടെ പാത്രത്തിലെ കറികൾ അടിച്ചു മാറ്റാൻ ഞാൻ അക്കാലത്ത് വലിയ വിരുദ്ധനായിരുന്നു. അങ്ങനെ ലാലിയുടെ പാത്രത്തിൽ നിന്ന് അവളുടെ ചമ്മന്തിയും മീനും അടിച്ചു മാറ്റി വായിലിട്ടെങ്കിലും അവൾ അടുത്തിരുന്ന ചീനിച്ചട്ടി എടുത്ത് എൻ്റെ തലയ്ക്കിട്ടൊരടി തന്നു. ആ അടി അത്ര ശക്തമൊന്നും ആയിരുന്നില്ലെങ്കിലും അത്യാവശ്യം നാടകീയതയൊക്കെ കലർത്തി ഞാൻ ഉച്ചത്തിൽ കാറി വിളിച്ചു. രാത്രി സമയമല്ലേ. അക്കരെ അയൽപക്കത്ത് നിന്ന് മേരിച്ചെടുത്തി എന്ത് പറ്റി ഈ രാത്രിയിൽ എന്ന് വിളിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു. ലില്ലിച്ചേടത്തിക്കും അമ്മയ്ക്കും ഒരേ പ്രായമായിരുന്നെങ്കിലും അവർ 2 പേരും പരസ്പരം ചേടത്തി എന്നാണ് വിളിച്ചിരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിളിപ്പേര് അവർ പരസ്പരം ഉപയോഗിച്ചത് എന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. ഒന്നുമില്ല എന്ന് വിളിച്ച് പറഞ്ഞിട്ട് അമ്മ ഞങ്ങളോടൊപ്പം ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ മുകളിലൂടെ പോകുന്ന നടപ്പാതയിൽ നിന്ന്
ഒരു ടോർച്ച് വെട്ടം താഴേക്ക് ഇറങ്ങി വരുന്നത് കണ്ടു. അമ്മയ്ക്ക് അല്പം ഭയമുണ്ടെന്ന് മുഖത്തു നിന്ന് തന്നെ വ്യക്തമായിരുന്നു. ആരോ ഇറങ്ങി വരുന്നു, ആരാണെന്ന് മനസ്സിലാകുന്നില്ല. അയാളുടെ മുരടനക്കം കേട്ടപ്പോൾ അതൊരു പുരുഷനാണ് എന്നുള്ള കാര്യം വ്യക്തവുമായി. അമ്മ തൊട്ടടുത്ത് അടുക്കി വെച്ചിരുന്ന അരിവാളുകളിലൊന്ന് കയ്യിലെടുത്തു. എന്നിട്ട് താഴേക്ക് വരുന്ന ആളുടെ അടുത്തേക്ക് അല്പം നീങ്ങി നിന്നു. എന്താ മേരി എന്നാണ് അദ്ദേഹം ആദ്യമേ ചോദിക്കുക. നിങ്ങൾ ആരാണ് എന്ന് അമ്മ ചോദിക്കുന്നുണ്ട്. അമ്മയ്ക്ക് ആളുടെ മുഖം കാണാൻ സാധിക്കുന്നില്ലല്ലോ. ഞാൻ കുഞ്ഞാസ്തിയാ മേരി, അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ആ കുഞ്ഞാസ്തി ചേട്ടൻ ഞങ്ങളുടെ അവിടെ നിന്ന് കുറേ മാറി താമസിക്കുന്ന ഒരു മനുഷ്യനാണ്. പൂങ്കുടി ആനയെ കാണാനായി അനിയത്തിയോടൊപ്പം പോകുമ്പോഴൊക്കെ അവരുടെ വീട് കടന്നാണ് ഞങ്ങൾ പോവുക. ആനയെ കുളിപ്പിക്കാനായി അവർ കൊണ്ടുവരുന്നതും ഈ കുഞ്ഞാസ്തിച്ചേട്ടൻ്റെ വീടിൻ്റെ താഴെയുള്ള കലിങ്കിനടിയിലൂടെ ഒഴുകുന്ന തോടിന് താഴെയാണ്. അവിടവും കടന്നാണ് പൂങ്കുടിയിലേക്ക് പോവുക. അപ്പോൾ അവർക്ക് അത്യാവശ്യം കൊള്ളാവുന്ന വീടൊക്കെ ഉള്ള ആളുകളാണ്, കുറേ സ്ഥലവുമൊക്കെ ഉണ്ട്. അമ്മ അവരുടെ വീട്ടിലിടയ്ക്കൊക്കെ പണിക്കും പോകുന്നതാണ്. നിങ്ങൾ എന്തിനാണ് ഈ രാത്രിയിൽ ഇവിടെ വന്നത് എന്നമ്മ ചോദിക്കുന്നുണ്ട്. അമ്മയുടെ പിറകിൽ ഞങ്ങളൊക്കെ അല്പം പേടിച്ച് തന്നെയായിരുന്നു നിന്നത്. അല്ലെങ്കിൽ അമ്മയുടെ ധൈര്യമൊന്നും ഞങ്ങൾ മക്കൾക്കാർക്കും ഒരിക്കലും കിട്ടിയിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മേരി, നീ ഈ പിള്ളേരെയായിട്ട് ഈ പറമ്പിൽ കിടക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ അങ്ങ് പോകുമ്പോഴും ഇത് കണ്ടു, തിരിച്ച് കടയിലേക്ക് പോകുമ്പോഴും കണ്ടു, തിരിച്ചു വന്നപ്പോഴും ഇത് കണ്ടപ്പോൾ ഞാനിന്ന് ഇറങ്ങിയതാണ്. അത് നിങ്ങൾ കാര്യമാക്കണ്ട, നിങ്ങൾ പൊക്കോളൂ എന്നമ്മ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഈ പെരപണി തീരുന്നത് വരെയും വേണമെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് കിടക്കാം. അടുക്കളയുടെ പിറകിൽ ചായപ്പിനോട് ചേർന്ന് ഒരു മുറിയുണ്ട്, അത് വൃത്തിയാക്കി എടുത്താൽ മതി. നാളെ മുതൽ അവിടെ വന്ന് കിടന്നോളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അത് പറഞ്ഞ് അദ്ദേഹം കുന്നുകയറി അവരുടെ വീട്ടിലേക്ക് പോയി. അദ്ദേഹം മുകളിലേക്ക് കയറിപ്പോകുമ്പോൾ വീട്ടിലേക്ക് ഇറങ്ങി വന്ന ടോർച്ചിനെ പ്രത്യേക ഒബ്സർവേഷൻ നടത്തിയതുകൊണ്ടോ ആ ടോർച്ച് അധികം വൈകാതെ മടങ്ങിപ്പോകുന്നത് കണ്ടിട്ടോ എന്നറിയില്ല, ലില്ലിച്ചേടത്തി അക്കരെ നിന്ന് വിളിച്ചു ചോദിച്ചു, ആരാ മേരിച്ചേടത്തി ഈ രാത്രിയിൽ അവിടെ? അമ്മ അതിന് മറുപടിയൊന്നും കൊടുത്തില്ല. എന്താണെങ്കിലും അക്കാലത്ത് നമ്മുടെ ഗ്രാമപ്രദേശത്തെ സമൂഹത്തിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ എത്തേറെ തീഷ്ണതയോടുകൂടിയാണ് അയൽക്കാർ അന്വേഷണം നടത്തിയിരുന്നതിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു അത്. എങ്കിലും ഞങ്ങൾ ഭക്ഷണം കഴിച്ചിരുന്നോ, ഞങ്ങൾക്ക് വിശക്കുന്നുണ്ടോ എന്ന് ആരും ഒരിക്കലും അന്വേഷിച്ചിരുന്നില്ല. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യ യാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. പിറ്റേന്ന് വൈകുന്നേരം അത്താഴമൊക്കെ കഴിഞ്ഞാണ് ഞങ്ങൾ കുഞ്ഞാസ്തിച്ചേട്ടൻ്റെ വീട്ടിലെത്തിയത്. സന്ധ്യ ആയതേ ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞാസ്തിച്ചേട്ടൻ കടയിൽ പോയിരുന്നില്ല. അദ്ദേഹം തിണ്ണയിലിരുന്ന് കപ്പയും മീൻകറിയും കഴിക്കുകയായിരുന്നു. അത് കണ്ട് എൻ്റെ വായിൽ വെള്ളമൂറിയെങ്കിലും കിട്ടാനുള്ള സാധ്യതയൊന്നുമില്ല എന്നെനിക്കറിയാമായിരുന്നു. കുഞ്ഞാസ്തിച്ചേട്ടൻ്റെ ചേട്ടത്തിയുടെ പേര് എന്താണെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ അവരെ അക്കാലത്ത് കുഞ്ഞാസ്തിച്ചേടത്തി എന്ന് തന്നെയാണ് വിളിച്ചിരുന്നത്. അമ്മയും ഞങ്ങളും അവിടെ ചെന്നത് അവിടെ രാത്രികാലങ്ങളിൽ കിടക്കാനാണ് എന്ന് കുഞ്ഞാസ്തിച്ചേടത്തിക്ക് അറിയില്ലായിരുന്നു. ചേട്ടൻ അപ്പോൾ പറഞ്ഞപ്പോൾ മാത്രമാണ് ഇക്കാര്യത്തെക്കുറിച്ച് അവർക്ക് എന്തെങ്കിലും അറിവ് ലഭിച്ചത്. വിവരമറിഞ്ഞതും അവരുടെ മുഖം വീർത്തു. പിന്നെ ഒരു സന്തോഷവുമില്ലാതെ അകത്തേക്ക് കയറിപ്പോയി. അതുകൊണ്ട് അമ്മ മടങ്ങിപ്പോവാൻ തുടങ്ങിയെങ്കിലും ചേട്ടൻ തിരിച്ചു വിളിച്ച് അന്ന് ഞങ്ങൾ അവരുടെ ചായപ്പിലാണ് കിടന്നുറങ്ങിയത്. പിറ്റേന്ന് മുതൽ അമ്മ അങ്ങോട്ട് പോക്ക് നിർത്തി. ചേട്ടത്തിയും അവരുടെ മൂത്ത മകനും ഞങ്ങളോട് സംസാരിക്കുന്നില്ലാത്തതിന് കാരണം ഞങ്ങൾ അവിടെ ചെന്നതിലെ ഇഷ്ടക്കേടാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായതുകൊണ്ടാവാം. എന്താണെങ്കിലും പിറ്റേത്തെ ഞായറാഴ്ചയിൽ പള്ളിയിൽ വന്നപ്പോൾ ചേട്ടത്തിയും ടോമിച്ചേട്ടനും പറഞ്ഞ് ഞങ്ങൾ വീണ്ടും കുഞ്ഞാസ്തിച്ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങി. മേരി, നീ ഇവിടെ വന്ന് കിടക്കുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുഞ്ഞാസ്തിച്ചേട്ടൻ ഇതിനെക്കുറിച്ച് ഒരു വാക്കുപോലും പറയാത്തതിൻ്റെ വിഷമത്തിലാണ് ഞാൻ നിന്നോട് അങ്ങനെ പെരുമാറിയത്. കുഞ്ഞാസ്തിച്ചേടത്തി കുർബാന കഴിഞ്ഞിറങ്ങുമ്പോൾ പറഞ്ഞു. എന്താണെങ്കിലും തുടർന്ന് വന്ന 8 മാസക്കാലം പുരയുടെ പണി തീരും വരെയും ഞങ്ങൾ കുഞ്ഞാസ്തിച്ചേട്ടൻ്റെ വീട്ടിൽ വൈകുന്നേരങ്ങളിൽ പോയി കിടന്നുറങ്ങിയിരുന്നു. ഇറച്ചികൂട്ടി അദ്ദേഹം കപ്പ കഴിക്കുന്ന വൈകുന്നേരങ്ങളിൽ
1 2 കഷ്ണങ്ങളിട്ട് ഇറച്ചിക്കറി തരാൻ എനിക്ക് മാത്രം നൽകാൻ കുഞ്ഞാസ്തി ചേട്ടൻ ചേടത്തിയോട് പറയുമായിരുന്നു. ചേടത്തി അത് 2 കഷ്ണത്തിൽ മാത്രം ഒതുക്കിയെങ്കിലും ചാറോട് കൂടിയ കറുത്ത നിറത്തിലുള്ള ആ കറി തരുമ്പോൾ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. പിൽക്കാലത്ത് ഇറച്ചിക്കറി ഉണ്ടാക്കുമ്പോൾ കുഞ്ഞാസ്തി ചേട്ടൻ്റെ ചേടത്തി തന്ന ആ ഇറച്ചിക്കറിയുടെ രുചി എനിക്ക് അമ്മയിൽ നിന്നോ മറ്റാരിൽ നിന്നുമോ ഒരിക്കലും കിട്ടിയിട്ടില്ല. വളർന്നു വലുതായി കഴിഞ്ഞപ്പോൾ കുഞ്ഞാസ്തി ചേടത്തി ഉണ്ടാക്കുന്നത് പോലെ ഇറച്ചിക്കറി വെക്കണമെന്ന് ഞാൻ അമ്മയോട് പറയുമായിരുന്നു. അപ്പോൾ അമ്മ എന്നോട് പറയുമായിരുന്നു, എടാ ചേടത്തി മല്ലിയും മുളകൊക്കെ കരിച്ച് കളഞ്ഞാണ് കറി ഉണ്ടാക്കുന്നത്, അതിന് വലിയ രുചിയൊന്നുമില്ല എന്ന്. അത് അമ്മയുടെ ഒരു തള്ളായി മാത്രമേ ഞാൻ കരുതിയിട്ടുള്ളൂ. കാരണം ചേടത്തി മുളകും മല്ലിയുമൊക്കെ കരിച്ച് കളഞ്ഞ് പൊടിച്ചരച്ചെടുത്തതെങ്കിലും അതിൻ്റെ രുചി ഇന്നോളം എൻ്റെ നാവിൽ നിന്ന് പോയിട്ടില്ല. 1984 ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇന്ദിരാഗാന്ധി മരിച്ചതും എൻ്റെ ആദ്യ കുർബാന കൊള്ളപ്പാട് നടന്നതും. അതിൻ്റെ തലേന്ന്, ഇന്ദിരാഗാന്ധി മരിക്കുന്നതിൻ്റെ തലേന്ന് വൈകിട്ട് ഞങ്ങളുടെ വീട്ടിൽ പച്ചരി കഞ്ഞിയായിരുന്നു, കറിയൊന്നും ഉണ്ടായിരുന്നില്ല, പുരവടി നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ അന്ന് വയറ് നിറച്ച് എനിക്ക് കിട്ടാതിരുന്നതിൻ്റെ ഒരു കാരണം അമ്മയുടെ ഒരു അനിയത്തിയും ഭർത്താവും അന്ന് വീട്ടിൽ വന്നു പോയിരുന്നു. ഞങ്ങൾ 5 ആൾക്കായി ഉണ്ടാക്കിയ കഞ്ഞിയിൽ ഒരു വിഹിതം 2 പേർക്ക് കൂടി എക്സ്ട്രാ കൊടുക്കേണ്ടി വന്നുകൊണ്ട് ഓരോരുത്തർക്കുമുള്ള വിഹിതത്തിൽ കാര്യമായ കുറവുണ്ടായി. പിറ്റേന്ന് സ്കൂളിൽ പതിവ് പോലെ ഉച്ചയ്ക്കത്തേന് ചോറൊന്നും കൊണ്ടുപോകുന്നില്ല. വൈകുന്നേരമാകുമ്പോൾ വന്നു കഴിയുമ്പോൾ എന്തെങ്കിലും കിട്ടുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ ഈ ഉച്ചക്കഞ്ഞിയുടെ സമ്പ്രദായമൊന്നും ഞങ്ങളുടെ സ്കൂളിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അനാഥശാലയിലായിരുന്നപ്പോൾ പോയിക്കൊണ്ടിരുന്ന സ്കൂളിൽ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഉച്ചക്കഞ്ഞി വിതരണം ആരംഭിച്ചിരുന്നു. പക്ഷേ പാറത്തോട്ടിലെ ഞങ്ങളുടെ സ്കൂള് അത്തരമൊരു കാര്യത്തിന് തിരഞ്ഞെടുത്തിട്ടില്ലായിരുന്നു. ഇന്ദിരാഗാന്ധിക്ക് രാവിലെ വെടിയേറ്റതിന് ശേഷം അതൊന്നും നമ്മൾ അറിയുന്നില്ല. എങ്കിലും 11 മണിയോ 11:30 ഉച്ച സമയത്താണ്, നല്ല വെയിലുണ്ട്. ആ സമയത്ത് ഒക്ടോബർ മാസം 31-ാം തീയതിയാണ്. അന്ന് ഒരു മണിയടിച്ച് എല്ലാവരും അസംബ്ലിക്കായി പൊടുന്നനെ പോയി. 3 മിനിറ്റ് മൗനമാചരിച്ച് ദുഃഖം പ്രകടിപ്പിക്കാൻ ഹെഡ് മാസ്റ്റർ ഓപ്പൺ സ്റ്റേജിലെ മൈക്കില്ലാതെ തന്നെ വിളിച്ചു പറഞ്ഞു. ആ വെയിലത്ത് 3 മിനിറ്റ് തലേന്നത്തെ ഭക്ഷണത്തിൻ്റെ കുറവും രാവിലെയൊന്നും കഴിക്കാതെ നിന്നതുകൊണ്ടാവണം ഞാൻ ബോധം കെട്ടു വീണു. എന്നെ ആരൊക്കെയോ ചേർന്ന് ടീച്ചർമാരുടെ സ്റ്റാഫ് റൂമിനടുത്തുള്ളൊരു ഡെസ്കിൽ കൊണ്ടുപോയി കിടത്തി വെള്ളമൊഴിച്ച് ഞാൻ കണ്ണു തുറന്ന് സ്ഥലകാലബോധം വീണ്ടെടുക്കുമ്പോൾ മറ്റുള്ളവർ പറയുന്നത് ഞാൻ കേട്ടു, ഇന്ദിരാഗാന്ധി മരിച്ച ദുഃഖത്തിൽ എനിക്ക് ബോധം പോയതാണെന്ന്. അങ്ങനെയൊരു ദുഃഖം അന്നുണ്ടായിരുന്നു എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എൻ്റെ ആദ്യ കുർബാന നടക്കുന്നത് ഡിസംബർ മാസം 8-ാം തീയതിയാണ്. അന്ന് തന്നെയാണ് കമ്പളികണ്ടത്തെ കുരിശുപള്ളി വെഞ്ചരിക്കാൻ മെത്രാൻ വന്നതും. അതുകൊണ്ട് തന്നെ മെത്രാൻ്റെ കയ്യിൽ നിന്ന് ആദ്യ കുർബാനയും സ്ഥൈര്യലേപനവും സ്വീകരിക്കാനുള്ള വലിയ ഭാഗ്യം എനിക്കുണ്ടായി. കുരിശുപള്ളി പണിയുന്നത് പ്രമാണിച്ച് മണർകാട്ട് പാപ്പൻ നടത്തിയിരുന്ന ചാരായക്കട ഏതാനും മീറ്ററുകൾ മുകളിലുള്ള ഒരു കെട്ടിടത്തിലേക്ക് മാറ്റേണ്ട ഗതികേടും അവർക്കുണ്ടായി. കുരിശുപള്ളി വെഞ്ചരിപ്പിന് ശേഷം കുർബാന സ്വീകരണമൊക്കെ നടന്നു. അന്ന് ആ ദിവസത്തിന് ഡിസംബർ 8-ാം തീയതി 84-ലെ ഡിസംബർ 8-ന് ആദ്യ കുർബാനയിലേറെ മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്. അന്നാണ് ഞാൻ ആദ്യമായി ഒരു ചെരുപ്പിടുന്നത്. ചമ്പക്കരയിലെ അവരുടെ വീട്ടിൽ പണിക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് വയറ് നിറയെ ഭക്ഷണം 2-3 നേരം കിട്ടുമായിരുന്നു. അതുകൂടാതെ എൻ്റെ ആദ്യ കുർബാനയുടെ തലേന്ന് ചെമ്പക്കരയിലെ ടീച്ചർ എന്നെയും കൂട്ടി കമ്പളികണ്ടത്തെ സ്റ്റേഷനറി കട നടത്തിയിരുന്ന ലോലൻ്റെ അടുക്കൽ പോയി എനിക്ക് ഒരു നീലയും വെള്ളയുമുള്ള പാരകൻ ചെരുപ്പ് വാങ്ങിത്തന്നു. അതിടാതെ സൂക്ഷിച്ച് പിറ്റേന്ന് ആദ്യ കുർബാനയ്ക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ മാത്രമാണ് ഞാനിട്ടത്. അങ്ങനെ അതിട്ട് കുരിശുപള്ളിക്കിലെത്തി വെള്ളയും ഉടുപ്പൊക്കെ ഇട്ട് തിരിച്ച് പള്ളിയിലെത്തി കുർബാന സ്വീകരണം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സ്നേഹവിരുന്ന് ഒരു പാക്കറ്റിലാക്കി ആദ്യ കുർബാന സ്വീകരിച്ചവർക്ക് തരുമായിരുന്നു. അല്ലെങ്കിൽ തന്നെ ജോസിറ്റാമ്മ വന്ന് പടമുഖത്തു നിന്ന് അത്രയേറെ നടന്നു വന്ന് വേദപാഠവും ജപങ്ങളുമൊക്കെ പഠിപ്പിച്ചെങ്കിലും ഡിസംബർ 8-ാം തീയതി കർത്താവിനെ സ്വീകരിക്കുന്നതിലേറെ പലഹാരങ്ങൾ പൊതിഞ്ഞു കെട്ടിയ
കൂട് കിട്ടുന്നതിനുള്ള ആകാംക്ഷയായിരുന്നു അന്നത്തെ ദിവസത്തെക്കുറിച്ച് എനിക്കുണ്ടായിരുന്നത്. പള്ളിക്കും പള്ളിമുറിക്കും പിറകിലായി ഇടിഞ്ഞു വീണ മണ്ണിനോട് അല്പം ചേർന്ന് നിന്നാണ് ഞങ്ങളന്ന് ഈ സ്നേഹവിരുന്ന് തുറന്നു കഴിച്ചത്. അതിനുള്ളിൽ 2 ബിസ്ക്കറ്റും 2 റസ്ക്കും പിന്നെ മറ്റെന്തൊക്കെയോ പലഹാരങ്ങളും ഉണ്ടായിരുന്നു. പതിവ് പോലെ വീട്ടിലേക്ക് മടങ്ങിപ്പോയെങ്കിലും ശീലമില്ലാതിരുന്നുകൊണ്ടായിരിക്കണം പള്ളിയുടെ മൊന്തളത്തിന് മുമ്പിലുള്ള നടയിലെവിടെയോ എൻ്റെ നീലപ്പാരകൻ അനാഥരായി കിടന്നു. വൈകുന്നേരം വീട്ടിൽ അമ്മ ചെരുപ്പെന്തി എന്ന് ചോദിച്ചപ്പോൾ അത് രാത്രിയിലാണ് ചോദിക്കുന്നത്. മറന്നുപോയി എന്ന് പറഞ്ഞ് ഞാനൊന്ന് ആശ്വസിച്ചെങ്കിലും മുറ്റത്ത് കടപ്ലാവിനോട് ചേർന്ന് അല്പം താഴെയായി നിന്ന കാപ്പിയിൽ നിന്നൊരു ശിഖരമൊടിച്ച് അമ്മ എനിക്ക് 2-3 അടി തന്നു. രാവിലെ ആ ദുഃഖങ്ങളൊക്കെ ഓർത്ത് എൻ്റെ ചെരുപ്പിനെ വീണ്ടെടുക്കാൻ ഞാൻ പള്ളിയിലെത്തിയെങ്കിലും മറ്റേതോ ഭാഗ്യവാൻ ആ ചെരുപ്പുകളെ സ്വന്തമാക്കിയിരുന്നു. ഇനിയും അടി തരാനാവുമോ എന്നോർത്ത് ഞാൻ പതുക്കെ അധ്യാപികമാരുടെ സ്റ്റാഫ് റൂമിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ സിസ്റ്റർ എന്നെ കണ്ടപാടെ ആ മുറിക്കകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് സാമൂഹ്യ പാഠത്തിൻ്റെ പുസ്തകം എനിക്ക് തന്നിട്ട് ഇത് നിനക്കാ എന്ന് എന്നോട് പറഞ്ഞു. എനിക്കറിയത്തില്ലായിരുന്നു നീ പുസ്തകം വാങ്ങിയിട്ടില്ലെന്ന്. അതാരോ പറഞ്ഞ് എനിക്ക് പണമില്ലാഞ്ഞിട്ടാണെന്ന് ആ സിസ്റ്റർ മനസ്സിലാക്കിയത് കൊണ്ടാണ് അന്ന് ആ പുസ്തകം വാങ്ങി തന്നത്. സ്നേഹത്തോടു കൂടി അവരെന്ന് ആ പുസ്തകം തന്നപ്പോൾ കൃമിയടിയെക്കുറിച്ച് പറഞ്ഞതോ പിന്നെ എന്നെ അടിച്ചതോ ഒക്കെ പെട്ടെന്നങ്ങ് അലിഞ്ഞില്ലാതായി.